കാശിന് കാശ്, പൊങ്ങച്ചത്തിന് പൊങ്ങച്ചം, മണ്ടത്തരത്തിന് മണ്ടത്തരം, എല്ലാം കൊണ്ട് യോഗ്യരായ മനുഷ്യൻ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ല എന്താടോ കാര്യം. എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ? ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് പോടാപ്പ. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. പോയി ചത്തുടടാ. അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ ചവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. അതിനകത്ത് ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആൾക്കാർ പല രീതിയിൽ കിണ്ടിയും കീറിയും മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്കും വ്യാഖ്യാനിക്കപ്പെടും. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി, ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു?